കോട്ടയത്ത് വ്യാജ ലോട്ടറി തട്ടിപ്പ്. സമാനാർഹമായ ലോട്ടറിയുടെ പകർപ്പ് ഉപയോഗിച്ച് വനിതാ വ്യാപാരിയുടെ 5000 രൂപയാണ് തട്ടിയത്. കോട്ടയം സ്വദേശി മിനി സതീഷാണ് തട്ടിപ്പിന് ഇരയായത്. NF 288143 23-ാം തീയതി നിർമ്മൽ ലോട്ടറിയുടെ 5000 രൂപ ഭാഗ്യം തുളച്ച നമ്പറാണിത്. ഇതൊരു ഭാഗ്യ നമ്പർ ആകുമെന്ന് കരുതിയാണ് മിനി ഇവിടെ ഈ ടിക്കറ്റ് മാറി നൽകിയത്. പക്ഷേ വലിയ രീതിയിൽ ചതി പറ്റി, 5000 രൂപ നഷ്ടം പറ്റിയിരിക്കുകയാണ് ഇവർക്ക്. എന്താണ് അന്ന് സംഭവിച്ചതെന്ന് വിശദമായി? ഒരു 7:30 ആയപ്പോഴത്തേക്കിന് രണ്ടുപേരും സ്കൂട്ടറെ വന്നു. അതിൽ ഒരാൾ ശരിക്കും ഹെൽമെറ്റ് തലയിലുണ്ട്, മാസ്ക് വെച്ചിട്ടില്ല. അപ്പൊ എന്നോട് ഇന്റിമേറ്റ് സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്റിമേറ്റ് ഇല്ല, പ്ലേയേഴ്സ് വേണേ തരാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പ്ലേയേഴ്സ് വേണ്ട. അപ്പൊ ലോട്ടറി സ്റ്റാൻഡിലോട്ട് നോക്കി. ലോട്ടറി സ്റ്റാൻഡിൽ നോക്കിയപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കുന്നോന്ന് ചോദിച്ചു. കാരണം ഇപ്പൊ ടിക്കറ്റ് പോകാൻ വളരെ പ്രയാസമായതുകൊണ്ട് എടുക്കുന്ന ടിക്കറ്റ് പോകുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നോക്കട്ടെ, എന്റെ 2 ടിക്കറ്റ് ഇരിപ്പുണ്ട്, അടിച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കാന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് റിസൾട്ട് നോക്കിയപ്പോൾ റിസൾട്ട് ഇല്ല. അപ്പൊ എന്റെ ഫോണിൽ റിസൾട്ട് നോക്കിയപ്പം അത് 81-43 രണ്ടും അടിച്ചിട്ടുണ്ട്, 5000 അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അയ്യോ 5000 ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അയ്യോ ആണോ ചേച്ചി, ഞാൻ നോക്കിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരിയാക്കി എന്നാൽ ഇനി ടിക്കറ്റ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ 2 മാറി തരാമെന്ന് ഞാൻ 2 മാറി തരുന്നില്ല, 1 മാറി തരാം, എന്റെ പൈസ ഇല്ല, അല്ല ഗൂഗിൾ പേ ഇട്ട് തന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു ഗൂഗിൾ പേ വേണ്ട, ഞങ്ങൾക്ക് എടത്തുവായിൽ വീട് പണി നടക്കുവാണ്, വൈഫിന്റെ അക്കൗണ്ടേ ഉള്ളൂ ഗൂഗിൾ പേ, ഞാൻ മലേഷ്യ ജോലിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ എന്റേക്ക് ഗൂഗിൾ പേ ഉള്ളല്ലോ എന്ന് പറഞ്ഞു. പറയൂ ഗൂഗിൾ പേ പറ്റത്തില്ല, അല്ലാതെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ അല്ലാതെ നോക്കിയപ്പോൾ എന്റെ കയ്യിൽ ആകപ്പെടെ 1000 രൂപ ക്യാഷ് ആയിട്ടുള്ളൂ. ബാക്കി അപ്പൊ ടിക്കറ്റ് പുള്ളി 20 ടിക്കറ്റ് എടുത്തു. അന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞ് 20 ടിക്കറ്റ് എടുത്ത് 1000 രൂപ ക്യാഷും കൊടുത്ത് ബാക്കി 3000 ഓപ്പോസിറ്റ് ഉള്ള ആന്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചൂടെയാണ് അവർ പൈസ കൊടുത്തത്. ഞാൻ ചിലപ്പോൾ സ്ലാങ് കേട്ടപ്പോൾ എറണാകുളം ലാംഗ്വേജ്, ഇവിടെ എവിടെയാ സ്ഥലം എന്ന് ഞാൻ ചോദിച്ചു. വേണ്ടി പറഞ്ഞു എറണാകുളം എന്റെ സ്ഥലം, പക്ഷേ ഈ ഞങ്ങൾ വീട് വയ്ക്കുന്ന ഇടത്തുപോയാന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് ഇവിടെയാണ്. ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ ഈയിടെ ഇടത്തുവായിൽ ചക്കുളത്തുകാലൊക്കെ പോയതാണെന്ന് പറഞ്ഞു. പിന്നെ എപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്? പിറ്റേ ദിവസം ടിക്കറ്റ് മാറാൻ വേണ്ടിയിട്ട് നമ്മള് ടിക്കറ്റ് എടുത്തോണ്ടിരുന്ന ആളടുത്ത് ടിക്കറ്റ് മാറാൻ കൊണ്ട് കൊടുത്തപ്പോഴാണ് പറയുന്നത് അയ്യോ ചേച്ചി, ഇങ്ങോട്ട് എന്നെ ഫോൺ ചെയ്തിട്ട് വന്നു, ചേച്ചി ഈ ടിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്നാ ഇതിനെ അങ്ങനെ ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. പറഞ്ഞു അല്ല ചേച്ചി, ഫോട്ടോ എനിക്ക് അന്നേരം തന്നെ ഇട്ട് തന്നു, രണ്ടും കൂടെ സെയിം, അതായത് ഒറിജിനലിന്റെ ഡ്യൂപ്ലിക്കേറ്റിന്റെ കൂടെ ഫോട്ടോ എനിക്ക് ഇട്ട് തന്നു. എന്നിട്ട് നാളെ പോയി താലൂക്കിൽ പോയി ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം താലൂക്കിൽ ചെന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ചേച്ചിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വന്നവരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അവരെങ്ങനെയായിരുന്നു, മുഖം മറച്ചായിരുന്നോ? ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. ഫ്രണ്ടിൽ ഇരുന്ന ആള് മീൻസ് ടിക്കറ്റ് എടുത്ത് നമുക്ക് ടിക്കറ്റ് തന്നയാള് ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു, മാസ്കും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, കാരണം പൊതുവെ ആൾക്കാർ വണ്ടിയെ വന്ന് ഹെൽമെറ്റ് ഒന്നും ഊരാറില്ല, ഓരോ സാധനം വാങ്ങിച്ചോണ്ട് പോകാറുണ്ട്. അങ്ങനെയാന്നേ ഞാൻ വിചാരിച്ചോളൂ. പുറകെ ഇരുന്ന ആള് ഹെൽമെറ്റ് മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. ഇതിപ്പോ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് അത് ചെയ്യാൻ? ഇല്ല, പോലീസ് പരാതിപ്പെടാനായിട്ട് CC ക്യാമറയുടെ ഒരു ഇത് ഇവിടെ അടുത്തടുത്തുണ്ട്. അതും കൂടെ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ, ചുമ്മാ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ലെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ ദൂരെ കൊണ്ട് കൊടുക്കണം. ഇതാണല്ലേ ടിക്കറ്റ്? നമുക്ക് ഈ ടിക്കറ്റ് കണ്ടാൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് കണ്ടാൽ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയാം. കാരണം ഇതിന്റെ ഒരു പ്രിന്റിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ പേപ്പറിന്റെ കട്ടിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. ഇത് പെട്ടെന്ന് കണ്ടില്ല അല്ലെ? കണ്ണിന് വൈകിട്ട് സമയമല്ലേ, നൈറ്റ് സമയമായിരുന്നു, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. കാരണം നമ്മൾ ഓരോ ലോട്ടറിയും കൊടുക്കുമ്പോൾ അതിന്റെ മീൻസ് നമ്മുടെ ഇത് സംഭവം അന്ന് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചതന്നെ. ഇതിപ്പോ വെള്ളിയാഴ്ചത്തെ ടിക്കറ്റ് അല്ലേ, അപ്പൊ നമ്മൾ അത്രയും ശ്രദ്ധിച്ചില്ല. ഇതിലെ അക്കങ്ങളും എല്ലാം ഒരു പരന്ന രീതിയിലാണ്. ഒരു പക്ഷേ ഒന്നെങ്കിൽ ഇത് ഈ ഭാഗ്യമായിട്ട് തുണച്ച ഈ ഒരു അടിച്ച ലോട്ടറിയുടെ തന്നെ മറ്റൊരു പകർപ്പ്, ഫോട്ടോസ്റ്റാറ്റോ കളർ ഫോട്ടോസ്റ്റാറ്റോ മറ്റുമാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലോട്ടറി ആവാനാണ് സാധ്യത. ഒപ്പം തന്നെ അംബുജം ലോട്ടറി ഏജൻസി എന്നുള്ള പേരിൽ P3341 എന്നുള്ള നമ്പറോട് കൂടിയുള്ള വല്ലങ്ങി, നെന്മാറ വല്ലങ്ങി, പാലക്കാട് ഭാഗത്തെ നെന്മാറ വല്ലങ്ങി എന്നുള്ള ഒരു സ്ഥലത്തെ ഏജൻസിയിൽ നിന്ന് വിറ്റതാണ് എന്നാണ് ഇതിന്റെ പുറകിലുള്ള ഈ സീൽ പ്രകാരം കാണുന്നത്. ഇത് യാഥാർത്ഥ്യമാണോ ഇതല്ല, ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണോ എന്നെല്ലാം സൂക്ഷ്മ പരിശോധനയിൽ മാത്രമേ അറിയൂ. ഏതായാലും ഇത് ഇവരെ സംബന്ധിച്ചോളം, സാധാരണക്കാരെ സംബന്ധിച്ചോളം, ഈ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന പാവപ്പെട്ട ഇവരെ പോലെ സംബന്ധിച്ചോളം ഇവർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്, വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് മിന്നു സതീഷിനെ പോലുള്ളവർക്ക്. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.